ഹലോ, വെൽക്കം ടു സെൻസ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സ് അഥവാ ലൈംഗിക സ്വാധീനമുള്ള സ്വഭാവങ്ങളെ കുറിച്ചാണ്. അതുമായിട്ട് വിവിധ തരം സെക്സ് ട്രേറ്റ്സ്, അതായത് ലിംഗ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. 3 തരത്തിലുള്ള പാരമ്പര്യ ലിംഗ സ്വഭാവങ്ങളാണ് കാണപ്പെടുന്നത്. സെക്സ് ട്രേറ്റ്സ് ഷോ 3 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങൾ അഥവാ ലൈംഗിക പരിമിത സ്വഭാവങ്ങൾ, അതായത് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ്. ദെൻ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവങ്ങൾ അഥവാ ലൈംഗിക സ്വാധീനമുള്ള സ്വഭാവങ്ങൾ, സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സ്. ദെൻ സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ, അതായത് സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ്. അപ്പോൾ അത് ഈ 3 സെക്സ് ട്രേറ്റ്സിനെ കുറിച്ചും ചില കാര്യങ്ങളൊന്നും ഓരോന്നായിട്ട് പറഞ്ഞതിന് ശേഷം സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകളും അതുപോലെ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകളും ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഓട്ടോസോമിൽ, അതായത് സ്വരൂപ ക്രോമസോമുകളിലാണ് കാണുന്നത്. അതായത് സെക്സ് ക്രോമസോമിൽ കാണുന്നില്ല. എന്നാൽ സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസ് കാണുന്നത് സെക്സ് ക്രോമസോമിലാണ്, അതായത് ലിംഗ ക്രോമസോമുകളായ എക്സിലോ വൈയിലോ കാണാം. ഇനി സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസും സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനും ഞാൻ പറഞ്ഞു ഓട്ടോസോമിലാണ് കാണുന്നത്. എങ്കിലും രണ്ടിന്റെയും എക്സ്പ്രഷൻ വ്യത്യസ്തമാണ് രണ്ടിലും. ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസ് ഞാൻ പറഞ്ഞു ഇവിടെ എക്സിലോ വൈയിലോ കാണാം. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ഉണ്ട്, വൈ ലിങ്ക്ഡ് ട്രേറ്റ്സ് ഉണ്ട്. ഈ വൈ ലിങ്ക്ഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, വൈ ക്രോമസോമിൽ കാണുന്ന ജീനുകൾ വളരെ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. അതായത് സ്രൈ ജീൻസ് എന്ന് പറയും, നമ്മൾ പല ഭാഗങ്ങളിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വളരെ ഫെമിലർ ആയിട്ടുള്ള ട്രേറ്റ് ആണ് എന്താ, ഹൈപ്പർ ട്രൈക്കോസിസ്, അതായത് ഹെയറി പിന്ന്. ദെൻ എക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ, അതായത് എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് എക്സിനോട് ചേർന്ന് കാണുന്ന പ്രകട സ്വഭാവം കാണിക്കുന്നുണ്ട്, എക്സിനോട് ചേർന്ന് ഗുപ്ത സ്വഭാവങ്ങൾ ഉള്ളതുണ്ട്. അതായത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റും ഉണ്ട്, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഉണ്ട്. ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഉദാഹരണമാണല്ലോ ഹീമോഫിലിയ, വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നസ് ഒക്കെ. ഇതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. പക്ഷേ ഈ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് പിന്നെ ക്യാരക്ടറിന് ഉദാഹരണം ഈ ഡിസീസിന് ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് റെറ്റ് സിൻഡ്രോം, ഇൻകോണ്ടിനെൻഷ്യ പിഗ്മെന്റി, കോഫിൻ ലോറി സിൻഡ്രോം. അതൊന്നും കൂടുതൽ മനസ്സിലാക്കണമെന്നില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കണമെന്നില്ല. പക്ഷെ മെയിനായിട്ട് അത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണ്. പിന്നെ അതെല്ലാം ഇങ്ങനെ ചോദിക്കും ഈ സ്വഭാവങ്ങൾ തന്നിട്ട്. അപ്പൊ ആ രീതിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ഇങ്ങനെയാണ്, എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്, എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സ് പഠിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ് നമ്മളെടുത്തെ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സിനെ കുറിച്ച് ചെറിയ കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ സെക്സ് ഇൻഫ്ലുവൻസ് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ് കാണാത്തവർ അത് വീഡിയോ കാണേണ്ടതുണ്ട്. സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ സ്വരൂപ ക്രോമസോമുകളിലാണ് കാണുന്നത്. അതായത് ലിംഗ ക്രോമസോമുകളായ എക്സ് ക്രോമസോമോ വൈ ക്രോമസോമോ കാണുന്നില്ല. ലിംഗപരിമിതമായ, അതായത് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ജീനുകൾ 2 ലിംഗങ്ങളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും ഒരു ലിംഗത്തിൽ മാത്രമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഒരേ ജനിതക രൂപം ഉണ്ടായിട്ടും ഇത്തരം ജീനുകൾ 2 ലിംഗങ്ങൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഇതിന് കൂടുതൽ പറയുന്നില്ല, കാര്യം കഴിഞ്ഞ ക്ലാസ് എടുത്തതാണ്. പിന്നെ മറ്റൊരു കാര്യം, അതായത് സെക്ഷൽ ഡൈമോർഫിസം, ലിംഗ ദ്വിരൂപതയ്ക്ക് കാരണവുമാണ് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ്. സ്ത്രീകളിൽ സ്തന വളർച്ച, പുരുഷന്മാരിലെ താടി, ഇതെല്ലാം ഉദാഹരണവുമാണ് അല്ലെ. അപ്പൊ നമുക്കിനി സെക്സ് ഇൻഫ്ലുവൻസ്ഡ് എന്താണ് വ്യത്യാസം നോക്കാം. സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകളും കാണുന്ന ഇവിടെ സ്വരൂപ ക്രോമസോമുകളിൽ തന്നെയാണ്. ഇവിടെ ഒരേ ജീൻ ഒരു ലിംഗത്തിൽ ആധിപത്യവും മറുവശത്ത്
മാന്ദ്യഫലവുമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാം. പുരുഷ പാറ്റേൺ കഷണ്ടി നിർണ്ണയിക്കുന്ന ജീൻ പുരുഷന്മാരിലെ പ്രകട സ്വഭാവമാണ്, ഡോമിനന്റ് ആണ്. സ്ത്രീകളിലെ ഗുപ്ത സ്വഭാവം റെസസീവ് ആണ്. അത് ഒരു ടേബിൾ നോക്കാം. ഇവിടെ ജനിതക രൂപവും പ്രകട രൂപവും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ക്യാപിറ്റൽ ബി ജീനോം അവിടെ ജീനോടൈപ്പ് ആണെങ്കിൽ മെയിലില് എന്താ, ആ മെയിലും ഫീമെയിലും ബാൾഡാണ്. സ്മോൾ ബി ആണെങ്കിൽ രണ്ടിലും നോർമലാണ്. പക്ഷേ ഇവിടെ നോക്കി, ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിലോ മെയിലില് ബാൾഡാണ്, ഫീമെയിലില് നോർമലാണ്. അതെ, അവിടെ മനസ്സിലാക്കുക, അതാണ് സെക്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലേ? ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിൽ മെയിലില് ബാൾഡാണ്, അത് ഫീമെയിലില് ക്യാപിറ്റൽ ബി സ്മോൾ ബി വന്നാൽ നോർമലാണ്. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണമാണ് ആടുകളിൽ കാണുന്നതാടി. തെറ്റിപ്പോകരുത്, ആടുകളിൽ കാണുന്നതാടി ഏതാണ്? ആ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സിന് ഉദാഹരണം. ഓക്കെ, ഇനി രണ്ട് ഉദാഹരണം ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. അതായത് ലിംഗ ദുരൂപതയ്ക്ക് കാരണമായ ഒരു ലിംഗ സ്വഭാവം, ഞാൻ വായിക്കുന്നില്ല, അറിയാമല്ലോ ഏതാണ്? സ്ത്രീകളിലെ സ്തനവളർച്ചയാണ്. സെക്സ് ലിമിറ്റഡ് ജീനുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഒരേ ജീൻ ഓരോ ലിംഗത്തിലും വ്യത്യസ്തമായ ആവിഷ്കാരം കാണിക്കുന്നത് ഏതാണ്? ഇപ്പൊ ഇവിടെ സെക്സ് ലിമിറ്റഡ് ജീനുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ഒരേ ജീൻ ഒരു ലിംഗത്തിൽ ആധിപത്യവും മറുവശത്ത് മാന്ദ്യഫലവും ഉണ്ടാക്കും. അതേതാണ്? നമ്മളിപ്പോ പഠിച്ച സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. ദെൻ ലിംഗ ദുരൂപതയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 1, 3 ശരിയാണ്. അപ്പോൾ ഏതാണ്? സി ആണ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ. താഴെ പറയുന്നവയിൽ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവത്തിന് ഉദാഹരണം ഏതാണ്? പുരുഷന്മാരിലെ താടി സെക്സ് ലിമിറ്റഡ് ആണ്. ആടുകളിൽ കാണുന്ന താടി, അല്ലേ? അതാണ് ആൻസർ. സ്ത്രീകളുടെ സ്തനവളർച്ച സെക്സ് ലിമിറ്റഡ് അല്ലേ? അപ്പോ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ഓക്കെ, താങ്ക് യു.